ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഒരു കാര്യം മെസ്സേജ് വന്നിട്ടുണ്ടാവും, മെയിൽ വന്നിട്ടുണ്ടാവും, യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോ കുറച്ച് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, യൂട്യൂബ് ഫ്രണ്ട്സിലുള്ള സുഹൃത്തുക്കൾ വിളിച്ചു. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത വീഡിയോകളൊക്കെ ഇങ്ങനെ മ്യൂട്ടായി പോവാ. അതായത് അവർ ചെയ്തിട്ടുള്ള കുറെ വീഡിയോ വേറെ കുറെ ആൾക്കാരെടുത്ത് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് മ്യൂട്ടായി പോവാ. അപ്പൊ ഇതില് ഷോർട്സുകൾ പോവാണ്. അപ്പൊ സ്കിറ്റ് വീഡിയോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സായ ഒരു ചേച്ചിയുണ്ട്, ധന്യ ചേച്ചി എന്ന് പറയുന്നത്, ധന്യ സുമേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. അപ്പൊ അവർക്ക് ഒരു ചെറിയ അവരുടെ ചാനലിന് ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വിളിച്ചപ്പോ നമ്മള് എന്താ പറയാ, നമുക്ക് സംശയങ്ങൾ തോന്നാൻ നമ്മൾ ജിജോ ബായിനെയാണ് വിളിക്കാറ്. അതായത് ജെ4 ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ജിജോ ചാടിനെയാണ് വിളിക്കാറ്. അപ്പൊ ഞാൻ ജിജോ ചാട്ടനെ വിളിച്ച് അവരെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ ജിജോ ചാട്ടൻ പറഞ്ഞു അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്ക് കുറെ ഇതെങ്ങനെ ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് അത് അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് അത് ശരിയാവില്ല. അതായത് അവർക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ മാസം 19 ആയിട്ട് അവർക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മെയിലിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം 29 ദിവസത്തിനുള്ളിൽ കറക്റ്റ് ആയി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനല് ഡിലീറ്റ് ആയി പോകുന്നു, ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്നു. അവർക്ക് ആ മെയിലാണ് വന്നത്. പക്ഷെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് ഞങ്ങളെ വിളിച്ചത് 4-ാം തീയതി 5-ാം തീയതി ആയിട്ടാണ് വിളിച്ചത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് അറിയുന്നത് ജിജു ചാറിന് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിനുശേഷം നമുക്കിങ്ങനെ ഓരോന്നും മ്യൂട്ടായി. അപ്പൊ നമ്മൾ തുടക്കകാലത്തും അവരുടെ കുറെ വീഡിയോകൾ നമ്മൾ എടുത്ത് ചെയ്തില്ല. അപ്പൊ നമുക്ക് മിനിഞ്ഞാന്ന് തൊട്ട് ഇങ്ങനെ ഓരോന്ന് മ്യൂട്ടായി പോവാണ്. അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയാ, 10 ലക്ഷം വ്യൂസ് കിട്ടിയത് 20 ലക്ഷം, 5 ലക്ഷം, 4 ലക്ഷം, 3 ലക്ഷം, അങ്ങനെ മൊത്തം ഞങ്ങളുടെ വീഡിയോ ഒരു 27 എണ്ണം മ്യൂട്ടായി പോയി. അപ്പം 27 എണ്ണം വെച്ച് കണക്കൂട്ടി നോക്കുമ്പോൾ 1.5 കോടി വ്യൂസിന്റെ വീഡിയോ ആണ് നമുക്ക് പോയത്. അപ്പൊ അത് നമുക്കത് പ്രശ്നമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളത് മോണിറ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പൊ ഇത് മോണിറ്റേഷൻ ആവാത്ത ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇത്ര വ്യൂസ് വേണമല്ലോ. അതായത് 90 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം വ്യൂസ്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ 1 കോടി വ്യൂസ്, അതാണല്ലോ അവർ പറയുന്നത് മോണിറ്റേഷൻ. പിന്നെ വാച്ച് അവർ, അവർക്കത് ചെറുതായി ബാധിക്കും. ഇപ്പോ ഒരു സന്തോഷ വാർത്തകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ബന്ധുവിനെ വെച്ച് അത് ശരിയായി, അവരെ ചാലി ശരിയായി, അവർക്ക് തിരിച്ചു കിട്ടി. പക്ഷെ ഈ പോയ മ്യൂട്ടായിട്ടുള്ളത് തിരിച്ചു കിട്ടോ കിട്ടില്ല എന്ന് നമുക്ക് അറിയില്ല. അത് എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പൊ അവരുടെ ചാനൽ അവർക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ആരും പേടിക്കണ്ട, നിങ്ങളുടെ ചാനലൊന്നും പോവില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ വ്യൂസ് ഇങ്ങനെ പിന്നെ സബ്സ്ക്രൈബർ കയറിയിട്ടുള്ള പോവുന്നില്ല. അപ്പൊ അവര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അവരടുത്ത് എന്തായി ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ഇന്ന് നമ്മളെ വിളിച്ചു, അവര് ചാനൽ തിരിച്ചു കിട്ടി. നല്ല സന്തോഷം. 2-2.25 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്. അവര് 3000 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 27 വീഡിയോ പോയി. പിന്നെ നമ്മുടെ എന്താ പറയാ, മാംസ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയും നമ്മുടെ വീട്ടിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടാവല്ലോ, ആ കുട്ടിയും അവരെ വീഡിയോ ചെയ്ത് അവർക്ക് 28 അതുപോലെ മ്യൂട്ടായി. അപ്പൊ ഇതുപോലെ കുറെ പേർക്ക് മ്യൂട്ട് ആവുണ്ടാവും. ആര് പേടിക്കേണ്ട, ഇതിന് കേസ് അവര് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല. അവരെ മാത്രല്ല, ഇത് കൂടാണ്ട് നമുക്ക് വേറെ ആൾക്കാർ ചെയ്തിട്ടുള്ളതും കുറച്ച് 2-3 എണ്ണം പോയിണ്ട്. ഇതേ പ്രശ്നം തന്നെ. അത് ഒരിക്കലും അവര് ഡിലീറ്റ് ചെയ്യോ അങ്ങനത്തെ പ്രശ്നമോ യൂട്യൂബിൽ നിന്നുള്ള ഒരു പ്രശ്നമല്ല, ഇങ്ങനെ ഇവര് ചാനൽ പോയത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. ആരും പേടിക്കണ്ട, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ വ്യൂസ് കാര്യങ്ങൾ പോവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ധന്യ ചേച്ചിയുടെ അടുത്ത് നമ്മൾ ചോദിച്ച് സമ്മതം മേടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോ ആരും പേടിക്കണ്ട എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മള് അപ്പോ എല്ലാരും പേടിക്കാണ്ട് ധൈര്യമായിരിക്കുക. സ്വന്തമായിട്ടുള്ള വീഡിയോകൾ കുറച്ച് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലൊക്കെ നിങ്ങൾ മറ്റുള്ളവരെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ കണ്ടന്റാന്ന് പറയില്ല, നമ്മള് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയിലും എത്തിയത്. അപ്പൊ പരമാവധി മറ്റുള്ളവരെ കണ്ടന്റിൽ കയറി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് അവര് മനഃപൂർവ്വം അല്ല, അവരുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും, ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പൊ എല്ലാരും ഒന്ന് സൂക്ഷിക്കുക. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രത്യേകം സൂക്ഷിക്കുക. അപ്പൊ അടിപൊളിയായിരിക്കുക. അപ്പൊ എല്ലാരും അവരെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അവരെ മെക്കട്ടേക്ക് ആരും ഒരു കുറ്റായിട്ട് വരരുത്, അവരെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രശ്നമല്ല. അപ്പൊ അവർക്ക് ചാനൽ തിരിച്ചു കിട്ടി, വളരെ വളരെ സന്തോഷം. വലിച്ചു നീട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം ട്ടാ. ശരി. അപ്പൊ